أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي لا حول ولا قوة إلا بالله العلي العظيم സൂറത്തു ദുഹാനാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. 23, 24 ആയത്തുകളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായിട്ട് നാം എടുത്തിരുന്നത്. അതിൻ്റെ തുടർച്ചയാണ് 25-ാമത്തെ ആയത്തിൽ നിന്ന് എടുക്കാനുള്ളത്. അതുകൊണ്ടൊന്ന് പറഞ്ഞ് അതിലേക്ക് പോകാം. 23-ാമത്തെ ആയത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറയാണ്, ഫ അസ്രി ബി ഇബാദി ലൈലൻ ഇന്നക്കും മുത്തബഊൻ. ഫ അസ്രി ബി ഇബാദി, എൻ്റെ ഇബാദുമായിട്ട്, എൻ്റെ അടിമകളുമായിട്ട് നിങ്ങൾ യാത്ര പോവുക. ലൈലൻ, രാത്രിയിൽ. ഇന്നക്കും മുത്തബഊൻ, നിങ്ങളെ പിന്തുടരപ്പെടുന്നതാണ്. ബനൂ ഇസ്രായേലരുമായിട്ട് നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പോവുക. നിങ്ങളെ പിന്തുടർന്നുകൊണ്ട് ഫിർഔനും അവരുടെ സമൂഹവും വരുന്നതാണ് എന്ന് പറയും. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന കിട്ടിയതനുസരിച്ച് കടന്നുപോയി. അതിൻ്റെ ബാക്കി ചരിത്ര ഭാഗങ്ങൾ ഇവിടെ പറയുന്നില്ല. അങ്ങനെ ചരിത്രത്തിൽ ആ ഭാഗങ്ങളുണ്ട്. യാത്ര പോകുന്നതും പിന്നെ പിന്നാലെ ഫിർഔനും തൻ്റെ സൈന്യവും വരുന്നതും നദിയിൽ വടികൊണ്ട് അടിക്കാൻ വേണ്ടി പറഞ്ഞ് ഓരോ ടീമിനും സഞ്ചരിക്കാവുന്ന പാതകൾ ആ നൈൽ നദിയിൽ ഉണ്ടാവുന്നതും പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടായതിനു ശേഷം, മുറിച്ച് കടന്ന ശേഷമുള്ള വർത്തമാനാണ് അടുത്ത ആയത്തിൽ. വത്തുറുക്കിൽ ബഹ്റ റഹുവൻ ഇന്നഹും ജുന്തും മുഗ്റഖൂൻ. വത്തുറുക്കിൽ ബഹ്റ, കടലിനെ വിട്ടേക്കുക, ഒഴിവാക്കി വിടുക. റഹുവൻ, അത് ഇതേ രീതിയിൽ സാക്കിനായി, ശാന്തമായി, മുൻഫരിജ് എന്ന് പറഞ്ഞാൽ പിളർന്നു നിന്ന രീതിയിൽ എങ്ങനെയാണോ ഇവർ പാസ് ചെയ്ത് പോരുന്ന സമയത്തുള്ളത് അതേ രീതിയിൽ തന്നെ വിട്ടേക്കുക. അതായത് അത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിട്ട് കടന്ന സമയത്ത് വടി കൊണ്ട് തിരിച്ചു വീണ്ടും കടലിനെ അടിക്കാൻ വേണ്ടി ആലോചിച്ചു എന്നാണ്. അടിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം അകന്നു നില്ലുന്ന വെള്ളം വീണ്ടും ചേർന്ന് നിന്നുകൊണ്ട് സമുദ്രം അതിൻ്റെ പഴയ അവസ്ഥയിലേക്ക് തന്നെ മടങ്ങാൻ വേണ്ടി ആലോചിച്ചു. അപ്പോൾ അത് വേണ്ട, ഫിർഔന് പിന്നാലെ വരുന്ന ഫിർഔനും ടീമും നദിയിലേക്ക് കടന്നോട്ടെ. ആ കടന്നു പോകുന്ന സമയമാകുമ്പോൾ അള്ളാഹു സെറ്റ് ചെയ്തോളൂ. ഇന്നഹും ജുന്തും മുഗ്റഖൂൻ. ഇന്നഹും, അവര് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും പിന്നെ അനുചരന്മാരുടെയും പിന്നാലെ പിടികൂടാൻ വേണ്ടി വന്ന ഫിർഔനും അവരുടെ സൈന്യവും, ജുന്ത് പറഞ്ഞ അവരുടെ സൈന്യം, മുഗ്റഖൂൻ, മുങ്ങി മരിക്കുന്നവരാണ്. അത് നിങ്ങൾ ആ കടലിനെ അതിൻ്റെ വഴിക്ക് വിടുക എന്ന് പറഞ്ഞു. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടൽ മുറിച്ച് കടന്നുകൊണ്ട് എന്ത് ചെയ്യാണ്, ആ കര കയറുകയാണ്. കടൽ അതേ രീതിയിൽ പിളർന്ന് വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുകയാണ്. ആ നിന്നതിലൂടെ ഫിർഔനും ടീമും വരികയാണ്. അപ്പോൾ ഈ ജുന്തും മുഗ്റഖൂൻ, അതിൽ മുങ്ങി മരിക്കുന്ന ടീമാണ് എന്ന് അള്ളാഹു പറഞ്ഞതോടുകൂടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒഴിവാക്കി നിന്നു. അതിലേക്ക് കടന്നു വന്ന ഫിർഔനെ പ്രവേശിക്കുകയും ഫിർഔനും അവരുടെ സൈന്യവും മുങ്ങി മരിക്കുകയും ചെയ്തു. അത് ഇവിടെ വർണ്ണിക്കുന്നില്ല. മറ്റ് സൂറത്തുകളിലെ ഫിർഔന്റെ ചരിത്രം പറയുന്ന സ്ഥലത്ത് ഫിർഔന് മുങ്ങി മരിക്കുന്നതും ആ സമയത്ത് വിളിച്ചു പറയുന്നതും പിന്നെ പറയാൻ ശ്രമിക്കുന്നതിൻ്റെയൊക്കെ കഥകൾ ഖുർആൻ വിവരിക്കുന്നുണ്ട് മറ്റ് സൂറത്തുകളിലായിട്ട്. ഇനി അതിന് ശേഷമുള്ള ഇതാണ്, അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിടികൂടാൻ വന്ന ഫിർഔന് അവരുടെ സൈന്യം മുങ്ങി മരിച്ച സമയത്ത് അവരെ കുറിച്ച് പറയണം. കം തറക്കൂ മിൻ ജന്നാത്തിൻ വഉയൂൻ. കം, എത്ര, തറക്കൂ ഉപേക്ഷിച്ചു പോകുന്നത് എത്രയാണ്, മിൻ ജന്നാത്തിൻ തോട്ടങ്ങള്, കൃഷിഭൂമികള്, തോട്ടങ്ങള്, വഉയൂനിൻ അരുവികള്. കം തറക്കു പറഞ്ഞാൽ എത്രയാണ് ഉപേക്ഷിച്ചത്. മിൻ ജന്നാത്തിൻ തോട്ടങ്ങളിൽ നിന്ന്. ഇവിടെ ജന്നത്ത് പറഞ്ഞാല് ബസാത്തീൻ, അവിടെ തഫ്സീർ ജലാലീൻ എടുത്തു. ബുസ്താന് ബസാത്തീന്, ബുസ്താൻ എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം എന്നാണ്. അപ്പോ പിന്നെ ബുസ്താൻ ബസാത്തീൻ, എത്ര തോട്ടങ്ങളെയാണ് അവർ വിട്ടു പോകുന്നത്. ഒയൂന്, ഐന്, ഒയൂന് എന്ന് പറഞ്ഞാൽ അരുവി എന്നാണ് അർത്ഥം. ഐന് എന്നുള്ളതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. കണ്ണ് എന്നർത്ഥമുണ്ട്, അരുവി എന്നർത്ഥമുണ്ട്, വെള്ളി എന്നർത്ഥമുണ്ട്. ഇവിടെ ഒയൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുവി എന്നുള്ളതാണ്. തെജിരി,
ഒലിച്ചു ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവികളും എത്ര തോട്ടങ്ങളെയുമാണ് അവർ വിട്ടേച്ച് പോകുന്നത്. എന്നിട്ടാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിടികൂടാൻ വേണ്ടി വന്ന് ഈ കടലിൽ മുങ്ങി മരിച്ചത്. വസുറൂഇൻ, കൃഷിസ്ഥലങ്ങൾ, കൃഷിയും എത്രയാണ്. അവരിന്ന് ഈജിപ്തിൽ നന്നായി കൃഷി ചെയ്തിരുന്നു. ആ കൃഷിയും അവർ വിട്ടേച്ചു പോന്നു. വ മക്കാമിൻ കരീം, ആദരണീയരായ സ്ഥലങ്ങൾ എന്നാണ് മക്കാമ സ്ഥലങ്ങൾ. അവിടെ തഫ്സീർ ജലാലിനെ കുറിച്ച് മക്കാമ് എന്ന് പറഞ്ഞാൽ മജ്ലിസ് എന്നർത്ഥം. കരീം എന്ന് പറഞ്ഞാൽ ഹസൻ, നല്ല മജ്ലിസുകൾ. മക്കാമിൻ കരീം എന്ന് പറഞ്ഞാൽ നല്ല ആ, നല്ല സ്ഥലങ്ങൾ എന്നാണ് അർത്ഥം. അവിടെ വ്യാഖ്യാനം എന്താണ്? മജ്ലിസുൻ ഹസൻ, മനോഹരമായ മജ്ലിസുകൾ. മജ്ലിസ് എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന സ്ഥലം എന്നാണ്. ഓരോരുത്തരും ഇപ്പം നമ്മൾ പിന്നെ വീടിന് ഓഫീസ് പോലെ സെറ്റ് ചെയ്ത ആളുകൾക്ക് വന്ന് സ്വീകരിച്ചിരുത്തുന്നതിന് അറബികൾ മജ്ലിസ് എന്നാണ് പറയാറുള്ളത്. അവർക്ക് വീടിൻ്റെ പുറം ഭാഗത്ത് മജ്ലിസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഈ ആളുകളെ സ്വീകരിച്ചിരുത്തുന്ന സ്ഥലം. അപ്പോൾ മജ്ലിസുൻ ഹസനിൻ, മനോഹരമായ മജ്ലിസുകളെ, ആളുകളെ സ്വീകരിച്ചിരുത്തി അഭി അഭിമാന വർത്തമാനങ്ങൾ പറയുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ തൻ്റെ മത അഭിമാനങ്ങൾ പങ്കുവെക്കുന്ന മജ്ലിസുകൾ. എത്രയോ കാര്യങ്ങൾ ഇത് വിട്ടേച്ചു പോകുന്നത്. അപ്പോൾ അവരെ ആസ്വദിച്ചു കൊണ്ടിരുന്ന തോട്ടങ്ങള്, അരുവികള്, അതേപോലെ തന്നെ രാത്രിയിലൊക്കെ വർത്താനം പറയാൻ കൂടിയിരുന്ന മനോഹരമായ മജ്ലിസുകള്, ഇതെല്ലാം എത്രയാണ് അവർ ഉപേക്ഷിച്ചു പോകുന്നത്. ഇതൊക്കെ പോകുന്ന മൂസാ നബിയെ പിടിക്കാൻ വേണ്ടി പിന്നാലെ കൂടിയിട്ട് ഇവിടെ നദിയിൽ വന്ന് മുങ്ങി മരണപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇവിടെ തഫ്സീർ ഇബ്നു കസീർ എടുത്തു വെക്കുന്നുണ്ട്, നൈൽ നദിയുടെ രണ്ട് കരയിലുമായി കൊണ്ട് ഒരുപാട് തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. കനത്തിൽ ജിനാനു, ജന്നത്ത് ജിനാൻ എന്ന തോട്ടങ്ങൾ. ബിഹാഫത്തെ ഹാദൻ നീലിന മിൻ ഔവലിഹി ഇലാ ആഖിരി, ആദ്യം മുതൽ അവസാനം വരെ നൈൽ നദിയുടെ രണ്ട് ഭാഗങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന തോട്ടങ്ങളായിരുന്നു എന്നാണ്. അത് അസ്വാൻ അണക്കെട്ടിന്റെ അത് മുതൽ റഷീദ് എന്ന് പറഞ്ഞ സ്ഥലം വരെ വ്യാപിച്ച് കിടക്കുന്ന തോട്ടങ്ങൾ. അതും നൈൽ നദിയിൽ നിന്ന് കൈവരികളായും കൊണ്ട് പിന്നെ 9ഓളം കൈവരികൾ ഓരോ ഭാഗത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അലക്സാണ്ട്രിയയിലേക്ക് ഒഴുകുന്ന ഒരു ഭാഗം, ദിമ്യാത്തിലേക്ക് പോകുന്നത്, അങ്ങനെ ഓരോന്നോരോന്ന് എണ്ണി പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോ ആ നൈൽ നദിയിൽ നിന്ന് ഒഴുകുന്ന കൈവരികള്, ഇതിൻ്റെയൊക്കെ രണ്ട് ഭാഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന തോട്ടങ്ങളും സമൃദ്ധികളും അതൊക്കെ വിട്ടേച്ച് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിടിക്കാൻ പോന്ന് ഈ കടലിൽ മുങ്ങി മരിക്കുന്ന രംഗമുണ്ടായി എന്നുള്ളത്. അപ്പൊ കം തറക്കു, എത്രയാണ് അവർ ഉപേക്ഷിച്ചത്. മിൻ ജന്നാത്തിൻ, തോട്ടങ്ങളിൽ നിന്ന്, വഅയൂനിൻ, അരുവികളിൽ നിന്ന്, വസുറുഇൻ, കൃഷികളിൽ നിന്ന്, വമഖാമിൻ കരീം, മനോഹരമായ മജ്ലിസുകളിൽ നിന്നും, വനിഅമത്തിൻ, അനുഗ്രഹങ്ങൾ, മുത്തഅത്തിൻ, ആസ്വദിക്കുന്ന അനുഗ്രഹങ്ങൾ, കാനൂ ഫിഹ ഫാക്കിൻ, അതവർ ആസ്വദിച്ചു കൊണ്ടിരുന്നു എന്നർത്ഥം. വനിഅമത്തിൻ, അനുഗ്രഹങ്ങള്. അവിടെ നിയമത്ത് എന്നുള്ളത് തഫ്സീറിൽ മുത്തഅത്തിന്, ആസ്വാദനങ്ങള്. കാനു ഫിഹ, അവരതിലായിരുന്നു, ഫാക്കിഹിൻ, ആസ്വദിച്ചു കൊണ്ടിരുന്നു എന്നർത്ഥം. നായിമീൻ, ഉപയോഗിച്ചു കൊണ്ടിരുന്നു, ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു എന്നർത്ഥത്തിൽ. അപ്പോ ഈ പറഞ്ഞത് കുറഞ്ഞതാണ്. തോട്ടങ്ങളുണ്ട്, അരുവികളുണ്ട്, മജ്ലിസുകളുണ്ട്, കൃഷികളുണ്ട്. അതുമല്ലാതെ അവർ ആസ്വദിച്ചിരുന്ന മറ്റു അള്ളാഹു നൽകിയ ആസ്വാദനങ്ങളും ഇതൊക്കെ ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അള്ളാഹുവിന് നന്ദി കാണിക്കുകയാണെങ്കിൽ അത് നിലനിന്ന് പോകുമായിരുന്നു. നന്ദി കാണിച്ചില്ല. അവര് മൂസാ നബിയെ കളവാക്കുകയും അള്ളാഹുവിന്റെ കൽപ്പനയോടുകൂടെ അവിടുന്ന് പോരുന്ന മൂസാ നബിയെയും അനുചരന്മാരെയും പിടിക്കാൻ വേണ്ടി പിറകെ വരികയും ചെയ്തു. വനിഅമത്തിൻ കാനു ഫിഹ ഫാക്കിഹ എന്നുള്ളത് തഫ്സീർ ഇബ്നു കസീർ അവിടെ കൊടുക്കുന്നുണ്ട്. ഈശത്തിൻ കാനു യതഫക്കഹൂന ഫിഹ, ഈശത്തിന് അവരുടെ ജീവിതം, കാനു യതഫക്കഹൂന ഫിഹ, അത് അവർ ആസ്വദിച്ചു കൊണ്ടിരുന്നിരുന്നു. ഫയക്കുലൂന മാഷാവു, ഇഷ്ടമുള്ളതൊക്കെ ഭക്ഷിച്ചുകൊണ്ട്, വയൽബസൂന മാഹബു, ഇഷ്ടമുള്ളതൊക്കെ ധരിച്ചുകൊണ്ട്, മഅൽ അംവാലി വൽ ജാഹാത്തി വൽ ഹുക്മി ഫിൽ ബിലാദ്, സമ്പത്തിന് സമ്പത്തുണ്ട്, സ്ഥാനമാനങ്ങൾക്ക് സ്ഥാനമാനങ്ങളുണ്ട്, നാടിന്റെ ഭരണം അവരുടെ കയ്യിലായിരുന്നു. ഇതൊക്കെ ആസ്വദിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഫസുലിബൂദാലിക ജമിയു, അതെല്ലാം അവരിൽ നിന്ന് ഊരിയെടുക്കപ്പെട്ടു. ഫീ സബീഹത്തിൻ വാഹിദത്തിൻ, ഒരു പ്രഭാതത്തിൽ നോക്കുന്ന സമയത്ത് ഇതൊക്കെ അവരുടേതല്ലാതായി മാറി. കാരണം അവരുടെ ആണുങ്ങളൊക്കെ പാടെ സൈന്യവുമായിട്ട് വന്നുകൊണ്ട് ഇറങ്ങി, കടലിൽ ഇറങ്ങിയിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അനുചരന്മാരും കടൽ കടന്ന് കര കയറി.
ഇവര് കടലിന്റെ മധ്യത്തിലെത്തിയ സമയത്ത് വെള്ളം ചേർന്നു. അള്ളാഹു അതാണ് ചേർത്തു. അതോടുകൂടെ കടലിൽ മുങ്ങി മരിക്കുകയാണ്. ഈ വലിയ തോട്ടങ്ങളൊക്കെ നാഥനില്ലാത്ത തോട്ടങ്ങളായി മാറി. വലിയ മജ്ലിസുകളൊക്കെ നാഥനില്ലാത്ത മജ്ലിസുകളായി മാറി. വലിയ കൃഷിസ്ഥലങ്ങളൊക്കെ നാഥനില്ലാത്ത അവസ്ഥയിലേക്ക് മടങ്ങി എന്നുള്ളത്. അപ്പോൾ ഇത്ര വലിയ ഇതെല്ലാം ഒരുക്കി ആസ്വദിച്ച് ജീവിച്ചു കൊണ്ടിരിക്കെ ഫാറഖുദ്ദുന്യ, അവരൊരു പ്രഭാതത്തിൽ ദുന്യാവിനോട് വേർപിരിഞ്ഞു പോകേണ്ടി വന്നു. അങ്ങനെ നരകത്തിലേക്കുള്ള അവരുടെ വഴി അവരെ പ്രവേശിക്കുകയും ചെയ്തു എന്നാണ്. പിന്നീട് അതിന് ശേഷമാണെന്നുണ്ടെങ്കിലോ അടുത്ത ആയത്തതോടെ പറയുന്നു, കദാലിക ഔറസ്ന ഖൗമൻ ആഖരീൻ. ഇതെല്ലാം ഇതേപോലെ ഇരിക്കെ ഔറസ്ന, നാം അനന്തരമായി നൽകി, മരണശേഷം നൽകി എന്നർത്ഥം, ഖൗമൻ ആഖരീൻ, വേറെ ടീമിനെ എന്ന് പറഞ്ഞു. ഇവിടെ അങ്ങനെ പറഞ്ഞു വെക്കുന്നുള്ളൂ, ഖൗമൻ ആഖരീൻ. അതായത് മറ്റ് സൂറത്തില്, സൂറത്തു ഷുഅറായിൽ കദാലിക ഔറസ്നാഹ ബനി ഇസ്രായേൽ എന്ന് പറയുന്നുണ്ട്. കദാലിക്കത് ഔറസ്നാഹ, ഇതിനെ നാം അനന്തരമായി കൊടുത്തു ബനി ഇസ്രായേൽ, ബനു ഇസ്രായേൽക്കാർക്ക്. അതായത് ഇവരുടെ പിന്നെ വന്ന് നദിയിൽ മരണപ്പെടുന്നതോടുകൂടെ നാഥനില്ലാതെ കടക്കുന്നതിന്റെ പിന്നുള്ള അധികാരം ഈ ബനു ഇസ്രായേലിയർക്ക് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഈ ആയത്തിൽ പറഞ്ഞ കദാലിക്ക എന്നുള്ളത് അവിടെ തഫ്സീർ, പിന്നെ ഈ കാര്യം ഇങ്ങനെയാണ് എന്നർത്ഥം. അപ്പോൾ അതിന്റെ കദാലിക്ക എന്നുള്ളതിന്റെ ഇഅ്റാബ് എന്താണ്? ഖബറു മുബ്തദഇൻ, ഒരു മുബ്തദന്റെ ഖബറാണ്. ഇങ്ങനെയാണ് എന്ന വാക്കിനർത്ഥം. അപ്പോൾ ഇങ്ങനെയാണ് ഏത് അൽ അമ്രു, ഒരു മുബ്തദ നമ്മൾ അപ്പുറത്ത് സങ്കല്പിച്ചു കൊടുക്കുക. അൽ അമ്രു, കാര്യം കദാലിക്ക ഇങ്ങനെയായി. എല്ലാം നിറഞ്ഞു നിന്ന് ആസ്വദിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്നവർ ഒരു സുപ്രഭാതത്തിൽ നോക്കുന്ന സമയത്ത്, ഒരു ദിവസം നേരമെടുത്ത സമയത്ത് അവരെല്ലാവരും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിറകെ പോയി നദിയിൽ മുങ്ങി മരിക്കുകയാണ്. ഇതെല്ലാം നാഥനില്ലാതെ ആകുന്ന അവസ്ഥയാണ്. ഖദാലിക്, അല്ലംറു ഖദാലിക്, കാര്യം ഇങ്ങനെയാണ്. അപ്പൊ അല്ലംറു എന്നുള്ള ഒരു മുബ്തദ, ആ മുബ്തദന്റെ ഖബർ ഖദാലിക്ക എന്നുള്ളത്, കാര്യം ഇങ്ങനെയായി. ഔറസ്ന, നാം അതിനെ അനന്തരമായി കൊടുത്തു. റുസ്നാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംവാലഹും, അവരുടെ സമ്പത്തിനെ അനന്തരമായി കൊടുത്തു. കൗമൻ ആഖരീൻ, മറ്റൊരു വിഭാഗത്തിന്. ഇപ്പൊ ഇവിടെ ബനു ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ തഫ്സീർ ജലാലിനെ നോക്കുന്നു, ബനി ഇസ്രായേൽ. കൗമനെ വേറെ ടീമിന് കൊടുത്തു പറഞ്ഞാൽ ബനു ഇസ്രായേലിയർക്ക് കൊടുത്തു എന്നുള്ളത്. അതേസമയം അവരുടെ ഭാഗത്ത് സംസാരിക്കുന്ന സമയത്ത് അവരിതൊക്കെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. വൗറസ്നാഹ ഖൗമൻ, അവരല്ലാത്ത മറ്റൊരു സമൂഹത്തിന് അവരുടെ മരണശേഷം അല്ലാഹു ഇത് കൊടുത്തു. അപ്പോൾ നമ്മളൊക്കെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾക്ക് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളിന്ന് വിലപിടിപ്പുള്ളത് എന്ന് പറയുന്ന, കരുതിയിരുന്ന, ഒരാൾക്കും കൊടുക്കാതെ ഒരാൾക്കും കാണിക്കാതെ എടുത്തു വെച്ചതൊക്കെ എന്താണ്? അത് വേറൊരാളുടെ അതിന് അനന്തരാവകാശം, അല്ലെങ്കിൽ അത് മറ്റൊരാളുടെ സമ്പത്തായി മാറുകയാണ്. എന്നതുപോലെ ഇവരും വലിയ തോട്ടങ്ങൾ, കൃഷിഭൂമികളും മറ്റൊക്കെ കൈയടക്കി വെച്ച് ആസ്വദിച്ച്, ഇഷ്ടമുള്ളത് ഭക്ഷിച്ച്, ഇഷ്ടമുള്ളത് ധരിച്ച് ഭരണാധികാരത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ജീവിക്കുകയാണ്. ഇതെല്ലാം ഒരു സുപ്രഭാതത്തിൽ ഇവർ നീങ്ങിപ്പോകുന്നതോടുകൂടെ ഔറസ്നഹ, നാം അതിനെ അനന്തരമായി കൊടുത്തു. കൗമന്നാഹരീൻ, മറ്റൊരു വിഭാഗത്തിന്, അത് ബനു ഇസ്രായേലിയർക്ക് അള്ളാഹു കൊടുത്തു എന്നാണ്. നമുക്ക് കാണുന്നത് തന്നെയാണ്, നമ്മളുടെ ജീവിതകാലത്ത് ഒരാൾക്കും കൊടുക്കാതെ പിടിച്ചു വെച്ചതൊക്കെ മരണശേഷം അത് അതിൻ്റെ അനന്തരാവകാശികൾ എടുക്കും. ചിലപ്പോ മരണശേഷം നേരിട്ടുള്ള അനന്തരാവകാശികളും കൂടെ മരണപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതിനുശേഷമുള്ള കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക് കൊടുക്കും. അല്ലെങ്കിലോ ഒരിക്കലും ജീവിതകാലത്ത് അതുമായി ബന്ധപ്പെടാത്ത ആളുകളുടെ കയ്യിൽ അത് എത്തി നിൽക്കും. സമ്പത്ത് ഇത് നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മളുടെ കയ്യിലുണ്ടാകുന്ന സമയത്ത് നമ്മളത് നല്ല വഴിയിൽ ചെലവഴിച്ചാൽ അതിൻ്റെ സൗഭാഗ്യം, നന്മ നമുക്ക് കിട്ടും. അത് പിടിച്ചു വച്ചു കഴിഞ്ഞാലോ ഒരു സമയം കഴിയുമ്പോൾ അത് അടുത്ത ആളിലേക്ക് നീങ്ങിപ്പോകും. നമ്മളുടെ ഒരു പ്രതീക്ഷയും കണക്കുകൂട്ടലുകളും ഇല്ലാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ, ആളുകളുടെ കൈകളിലേക്കൊക്കെ അത് എത്തിപ്പെടും. അപ്പൊ ഇവിടെ ഇവരുടെ തോട്ടങ്ങളും കൃഷിഭൂമികളും മജ്ലിസുകളും ഒക്കെ പിന്നീട് ബനു ഇസ്രായേലിയതായി മാറി എന്നാണ്. ഇത്ര വലുതെല്ലാം വിട്ടുവെച്ചു പോയ അവരെ ഓർത്തുകൊണ്ട് ഫമാ ബക്കത്ത് അലൈഹിമുസ്സമാ, അവരുടെ മേൽ ആകാശം കരഞ്ഞില്ല, വൽ അർദു, ഭൂമിയും കരഞ്ഞില്ല, വമകാനും മുൻദരീൻ, അവർക്കൊരു സാവകാശം നൽകപ്പെടുകയും ചെയ്തിട്ടില്ല. അതാണ് നമ്മളുടെ ചിന്തയും ആലോചനയും പോകേണ്ട ഒരു കാര്യമാണ്.
ഇതാണെല്ലാം എന്ന് കരുതി മുറുകെ പിടിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകൾക്ക്, സമ്പത്ത് മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അതുകൊണ്ട് ഹൈറായ വല്ലതും ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ കാലശേഷം അവർക്ക് വേണ്ടി ആകാശവും ഭൂമിയും കരയൂല. ഫമാ ബക്കത്ത് അലൈഹി മുസ്സമാവും. വലിയ തോട്ടങ്ങളുണ്ട്, വലിയ കൃഷിഭൂമികൾ ഉണ്ടായിരുന്നു, വലിയ മജ്ലിസുകൾ ഉണ്ടായിരുന്നു. ഖുർആൻ തന്നെ എണ്ണി പറഞ്ഞതാണിത്. ഇതൊക്കെ ഉണ്ടായിരിക്കെ മനോഹരമായ തോട്ടങ്ങള്, അരുവികള്, കൃഷിസ്ഥലങ്ങള്, ഇതൊക്കെ ഉണ്ടായിരിക്കെ ഒരു നിമിഷം, ഒരു പ്രഭാതത്തിൽ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ട് അടുത്ത തലമുറക്ക് കൈമാറിപ്പോയോ? ഇവരെ ആലോചിച്ചുകൊണ്ട് ഫമാ ബക്കത്ത് അലൈഹിം, അവർക്ക് വേണ്ടി കരഞ്ഞിട്ടില്ല അസ്സമാഉ ആകാശം, വൽ അർളു ഭൂമിയും കരഞ്ഞിട്ടില്ല, അമാ കാനു മുൻദരീൻ, അവർക്ക് ഒരു സാവകാശം നൽകപ്പെടുകയും ചെയ്തിട്ടില്ല. തഫ്സീർ ജലാലിൻ നോക്കില് ഫമാ ബക്കത്ത് അലൈഹിം സമാഉ വൽ അർളു, അവർക്ക് വേണ്ടി ആകാശം ഭൂമി കരഞ്ഞില്ല. ബി ഖിലാഫിൽ മുഅ്മിനീന, വിശ്വാസികൾക്കെതിരായിട്ട്. ഒരു വിശ്വാസി മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ആകാശം കരയാറുണ്ട്, ഭൂമി കരയാറുണ്ട്. അതവിടെ വ്യാഖ്യാനം. യബ്കി അലൈഹിം, മുഅ്മിനീങ്ങളുടെ മേൽ കരയുന്നതാണ്. ബിമൗത്തിഹിം, അവരുടെ മരണത്തിലൂടെ. മുസല്ലാഹും, അവർ നിസ്കരിച്ചിരുന്ന മുസല്ല, മുസല്ലാഹു മിനൽ അർള്, ഭൂമിയിൽ നിന്ന് അവർ നിസ്കരിച്ചിരുന്ന സ്ഥലം അവർക്ക് വേണ്ടി കരയും. നമ്മൾ പതിവായി നിസ്കരിക്കുന്ന ഓരോ സുജൂദിന്റെ സ്ഥലവും നമ്മളുടെ സുജൂദ്, നമ്മൾ മരണപ്പെടുന്ന സമയത്ത് ഇനി എൻ്റെ മേൽ സുജൂദ് ചെയ്യാൻ ആ അടിമ വരില്ലല്ലോ എന്ന് ആലോചിച്ച് ഭൂമിയിൽ നിന്നുള്ള നിസ്കാര സ്ഥലങ്ങൾ തേങ്ങിക്കരയും. അത് അമലിഹിം മീനസമായി, ആകാശത്തിൽ നിന്ന് നമ്മുടെ അമലുകൾ കയറി പോകുന്ന സ്ഥലം കരയും. മുഅ്മിനീങ്ങൾക്ക് വേണ്ടി കരയാൻ ആകാശവും ഭൂമിയുമുണ്ട്. ഭൂമിയിൽ അവർ നിസ്കരിച്ചിരുന്ന സ്ഥലങ്ങൾ, അവർ നല്ല കാര്യങ്ങൾ ചെയ്തിരുന്നത് എന്ന സ്ഥലങ്ങൾ അവർക്ക് വേണ്ടി കരയാം. ആകാശത്തോ അവരെ സൽക്കർമ്മങ്ങൾ കയറി പോകുന്ന വാതിലുകൾ, അത് ഇനി ഇതിലൂടെ വ്യക്തിയുടെ സൽക്കർമ്മങ്ങൾ വരില്ലല്ലോ എന്നാലോചിച്ച് സങ്കടപ്പെടും. മുഅ്മിനീങ്ങൾക്ക് വേണ്ടി സങ്കടപ്പെടാൻ ആകാശവും ഭൂമിയും ഉണ്ടായിരിക്കെ ഇവര് വലിയ അനുഗ്രഹങ്ങളൊക്കെ വിട്ടേച്ചു പോയി. ഫമാ ബക്കത്ത് അലൈഹിം, അവരുടെ മേൽ കരഞ്ഞില്ല. അസ്സമാഉ, ആകാശം, വല്ലർദു, ഭൂമിയും കരഞ്ഞിട്ടില്ല. ഒമാക്കാനും മുള്ളരിന്, അവർക്ക് സാവകാശം കൊടുത്തിട്ടില്ല. ഒമാക്കാനും മുള്ളരി എന്നുള്ള തഫ്സീറിനെ മുഅഖിരീന, പിന്തിപ്പിച്ചു കൊടുത്തിട്ടില്ല. അല്ലി തൗബത്തി, തൗബ ചെയ്യാൻ, തൗബ ചെയ്യാനുള്ള ഒരു സാവകാശം പോലും അവർക്ക് നൽകിയിട്ടില്ല എന്നുള്ളത്. ഇത് തഫ്സീർ ജലാലിന് ഷോർട്ടാക്കിയിട്ട് അവിടെ കൊടുത്തിക്കാണ്. ബി ഖിലാഫിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്കെതിരായിട്ട്. അവിടെ ശരിക്കും മനസ്സിലാണെന്നുണ്ടെങ്കിൽ തഫ്സീർ ഇബ്നു കസീർ എടുത്തിരിക്കുന്ന ഒരു ഹദീസ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട്, ഖാല മാ മിൻ അബ്ദിൻ ഇല്ലാ വലഹു ഫിസ്സമാഇ ബാബാൻ, ഒരടിമയും ഇല്ല അവർക്ക് ആകാശത്ത് രണ്ട് വാതിലുകൾ അവർക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടാറുണ്ട്, തുറക്കപ്പെടാറുണ്ട്. ഏത് രണ്ട് വാതിലുകൾ? ഒന്ന് ബാബുൻ യഖ്റുജ് മിൻഹു റിസുഖുഹു, ഒരു ഭാഗത്തിലൂടെ അള്ളാഹു തീരുമാനിക്കുന്ന തീരുമാനങ്ങളിലൂടെ അവന് വേണ്ടി റിസ്ക് ഇറങ്ങുന്നത്. വബാബുൻ യദ്ഖുലു മിൻഹു അമലുഹു വകലാമു, മറ്റൊരു വാതിലിലൂടെ അവന്റെ സൽക്കർമ്മങ്ങൾ ഉയർന്നു പോകുന്നത്, അവന്റെ സംസാരങ്ങൾ ഉയർന്നു പോകുന്നത്. അപ്പോ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ നമ്മളുടെ വിഷയത്തിൽ ഇറങ്ങി വരാറുണ്ട് ആകാശലോകത്ത്. ആ ഇറങ്ങി വരുന്ന ഒരു വാതിലുണ്ട്, ഒരു ബാബുണ്ട്. ബാബുൻ യഖ്റുജു മിൻഹു റിസ്ഖു. അപ്പൊ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ വരുന്നു, അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് നമുക്ക് റിസ്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു ബാബ് യദ്ഖുലു മിൻഹു അമലുഹു, അവന്റെ അമലുകൾ, സൽക്കർമ്മങ്ങൾ കയറിപ്പോകുന്നത്. നമുക്കറിയാം, റമദാനിലാകുന്ന സമയത്ത് നമ്മൾ ഫിത്ർ സക്കാത്തിനെ കുറിച്ച് സംസാരിക്കും. അപ്പൊ നിങ്ങളുടെ നോമ്പൊക്കെ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നതിന് മുമ്പ് ആകാശത്തേക്ക് ഇങ്ങനെ ഉയർത്തപ്പെട്ട് നിൽക്കുകയായിരിക്കും. അള്ളാഹുവിന്റെ അടുക്കിലേക്ക് അത് പോവുക ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോഴാണ് എന്ന് പറയും. അതുമാതിരി അടിമകളുടെ, സാലിഹ്യങ്ങളുടെ ഇബാദത്തുകൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്നതിനെ കുറിച്ച് വീണ്ടും ഒരുപാട് വർത്തമാനങ്ങളുടെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഒന്നിപ്പോൾ നമ്മൾ പരാമർശിക്കുന്നില്ല. ഈ ഒരൊറ്റ കാര്യം മാത്രം. അതായത് ഒരു മുഅ്മിനി ഒരു ബാബ് ഉണ്ടായിരിക്കും, യദ്ഖുലു മിൻഹു, അതിലൂടെ കടന്നു പോകുന്നതാണ്, ഉയർന്നു പോകുന്നതാണ്, പ്രവേശിക്കുന്നതാണ് അമലുഹു, അവന്റെ അമലുകൾ. അപ്പോ ഫഇദാ മാത, ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാലോ, ഫഖദാഹു വബക്കയാനി, ഇത് രണ്ടും അവന് നഷ്ടപ്പെട്ടുകൊണ്ട് അവന് വേണ്ടി കരയും എന്നാണ്. അവന് വേണ്ടി റിസ്ക് ഇറങ്ങുന്ന ബാബ്, ആ റിസ്ക് പിന്നെ അതിലൂടെ ഇറങ്ങി വരുന്നില്ല. അവന്റെ സൽക്കർമ്മങ്ങൾ ഉയർന്നു പോകുന്ന വാതിൽ, അതും
സങ്കടപ്പെട്ടു പോകും. രണ്ടും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ. അപ്പൊ ഒരു വിശ്വാസി മരിച്ചു കഴിഞ്ഞാൽ അവന് വേണ്ടി ആകാശം കരയും എന്നാണ്. അതേപോലെ തന്നെ ഇതിൽ ഒരു ഹദീസ് എടുത്തു വെച്ചിട്ടുള്ളൂ. തഫ്സീർ ഇബ്നു കസീറിൽ വീണ്ടും ഹദീസുകൾ എടുത്തു വെക്കുന്നുണ്ട്. അവനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങൾ അവന്റെ നിസ്കാരം ഇതോടുകൂടെ കഴിഞ്ഞല്ലോ എന്നാലോചിച്ച് സങ്കടപ്പെട്ടു പോകും, കരഞ്ഞു പോകും എന്നുള്ളത്. അപ്പൊ ഒരു വിശ്വാസി മരണപ്പെടുന്ന സമയത്ത് അവന് വേണ്ടി കരയാൻ അവൻ നിസ്കരിക്കുന്ന സ്ഥലങ്ങളുണ്ട്, അവന്റെ സൽക്കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന വാതിലുകളുണ്ട്. അല്ലെങ്കിലും മരണപ്പെടുന്നു പോകുന്നതിന് മുമ്പ് കുറേ നല്ല കാര്യങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ആ നല്ല കാര്യങ്ങളെ കൊണ്ട് ഓർക്കപ്പെടുകയും അത് നല്ല കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ഖബറിലേക്ക് അതിൻ്റെ വെളിച്ചം കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. എല്ലാവിധ സൗകര്യങ്ങളുണ്ടായി ഇതൊന്നും ഹൈറായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടാതെ മരണപ്പെട്ടു പോയാലോ? ഇതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫിർഔനും അവരുടെ അനുയായികളും അവർക്ക് വലിയ മനോഹരമായ അരുവികളും പൂന്തോട്ടങ്ങളും കൃഷിസ്ഥലങ്ങളും മജ്ലിസുകളും എല്ലാം ഉണ്ടായിരിക്കെ ഇതെല്ലാം ഹൈറായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതെ വിട്ടേച്ചു പോയി. ആരും തന്നെ അവർക്ക് ഹൈറായ രീതിയിൽ ഓർക്കുകയോ അത് പറയുകയോ ചെയ്യുന്നില്ല. എല്ലാം അവസാനിച്ചു. എന്നാലോ നല്ലതിനു വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ഹൈറായ കാര്യങ്ങൾ അതിലിങ്ങനെ നടക്കുമ്പോഴെല്ലാം അതിൻ്റെ മിസ്ല് സവാബ് എത്തിക്കൊണ്ടിരിക്കും. മൂന്ന് കാര്യങ്ങൾ മരണശേഷവും എത്തിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞ ഹദീസിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്. സ്വതക്കത്തും ജാരിയത്തും എന്നർത്ഥം. അവന് വേണ്ടി അവൻ ജാരിയായ സദക്ക കൊടുത്തു വെച്ചത് അതിന്റെ പ്രതിഫലം ഖബറിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കും എന്നുള്ളത്. അല്ലാത്ത ഇതെല്ലാം ഇല്ലാതെയായി പോകുന്ന ആ ഒരു സമയത്ത് കിട്ടുന്നതാണ്. അപ്പൊ നല്ലത് ചെയ്തു വെക്കുക ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഫമാബക്കത്ത് അലൈഹി മുസ്സമാവല്ലോ, ആകാശം ഭൂമി കരഞ്ഞിട്ടില്ല, അവർക്ക് സാവകാശം നൽകപ്പെടുകയും ചെയ്തിട്ടില്ല. ഈ മുഅഖിരീന അവർ പിന്തിപ്പിച്ചിട്ടില്ല ലിത്തൗബത്തി തൗബക്ക് വേണ്ടി. എല്ലാം ആ ഒരൊറ്റ പ്രഭാതത്തിൽ അവസാനിച്ചു പോയി. വലഖദ് നജ്ജൈന ബനി ഇസ്രായേല, തീർച്ചയായിട്ടും നാം രക്ഷപ്പെടുത്തിയിരിക്കുന്നു. നജ്ജ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തി, നജ്ജൈന നാം രക്ഷപ്പെടുത്തിയിരിക്കുന്നു ബനി ഇസ്രായേൽ ബനു ഇസ്രായേലിയരെ മിനൽ അദാബിൽ മുഹീൻ നിസ്സാരമാക്കിയിരുന്ന ശിക്ഷയിൽ നിന്ന്. അദാബ് എന്ന് പറഞ്ഞ ശിക്ഷ, മുഹീൻ എന്ന് പറഞ്ഞാൽ നിസ്സാരമാക്കുന്നു. അപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്ന സമയത്ത് ഖിബ്തികള് ഈ ബനു ഇസ്രായേലിയരെ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്, ശിക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, അവരെ അടിമകളെ പോലെ പണിയെടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഒരു നിസ്സാരമാക്കുന്ന ശിക്ഷയിൽ നിന്ന്, ഈ അവസ്ഥയിൽ നിന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആണ് അവരെ രക്ഷിച്ചത്. അവരെ വലഖദ് നജ്ജൈന, അല്ലാഹു അവരെ നാം രക്ഷിച്ചു, ബനു ഇസ്രായേലിനെ നാം രക്ഷിച്ചു മിനൽ അദാബിൽ മുഹീൻ നിസ്സാരമാക്കുന്ന ശിക്ഷയിൽ നിന്ന്. അത് ഏതൊക്കെയായിരുന്നു നിസ്സാരമാക്കുന്ന ശിക്ഷ? ഖത്ലുൽ അബ്നാ, ആൺമക്കളെ കൊല്ലുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ദീർഘമായ ചരിത്രമാണ്, നിങ്ങൾക്കറിയുന്നതാണ്. ഇത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നതിന് മുമ്പ് ഫിർഔൻ കാണുന്ന സ്വപ്നത്തിന്റെ ഭാഗമായിരുന്നു അത്. ഒരു ആൺകുഞ്ഞ് ജനിക്കാൻ പോകുന്നുണ്ട് ബനു ഇസ്രായേലിയരിൽ, അതിൻ്റെ അധികാരം തെറിപ്പിക്കുമെന്ന് പറഞ്ഞു കൊടുത്ത് അത് വിചാരിച്ച് അത് കേട്ട ഇതിൻ്റെ ഭാഗമായിട്ട് ഫിർഔന് എല്ലാ ആൺമക്കളെയും കൊന്നുകളയായിരുന്നു. പിന്നെ വസ്തിഖ്ദാമിൻ നിസായി, അവരെ സ്ത്രീകളെ സേവകിയരായിട്ട് വീട്ടിലേക്ക് വെച്ചേക്കായിരുന്നു. അപ്പൊ എല്ലാ പണികളും എടുക്കാൻ വേണ്ടി ഹാദിമത്തായും കൊണ്ട് അവർ സ്ത്രീകളെ ഉപയോഗിക്കുക, മക്കളെ കൊന്നുകളയുക ചെയ്യുക, അങ്ങനെ നിസ്സാരമാക്കുന്ന ശിക്ഷ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. അതിൽ നിന്നെല്ലാം നാം ബനു ഇസ്രായേലിയരെ രക്ഷിച്ചു എന്നുള്ളത് കസീറോടെ പറയുന്ന അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹം എടുത്ത് പറയാണ് ബനു ഇസ്രായേലിയരെ. അങ്കദഹും മിമ്മ കാനുഫിഹി മിൻ ഇഹാനത്തി ഫിർഔന വഇദ്ല അലൈഹി, ഫിർഔനും അവന്റെ ആളുകളും ഇവരെ നിസ്സാരമാക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് നാം അവരെ രക്ഷപ്പെടുത്തി എന്ന് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹം എടുത്തു പറയാണ്. രക്ഷപ്പെടുത്തി എന്ന് പറയുന്നത് മിൻ ഫിർഔനിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തി. ഇന്നഹു കാന ആലിയ മിനൽ മുസ്രിഫീൻ, ഇന്നഹു തീർച്ചയായിട്ടും അദ്ദേഹം കാന ആലിയൻ അഹങ്കാരിയായിരുന്നു, മിനൽ മുസ്രിഫീൻ അതിര് വിട്ട് കിടക്കുന്ന അഹങ്കാരികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു. മിൻ ഫിർഔന, അത് നേരത്തെ പറഞ്ഞത് രക്ഷിച്ചു എന്ന് പറഞ്ഞു, ഇവിടെ എവിടുന്ന് രക്ഷിച്ചു എന്ന് കൃത്യമായിട്ട് പറയാണ്. മിൻ ഫിർഔനിൽ നിന്ന് രക്ഷിച്ചു. ഖീല ഇവിടെ പറയപ്പെട്ടിട്ടുണ്ട് ബദലാണ് മിൽ അദാബി, അദാബിൽ നിന്ന് രക്ഷിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അതിനും ബദലായും കൊണ്ട് മിൻ ഫിർഔനിൽ നിന്ന് രക്ഷിച്ചു.
ബിതഖദീം മുളാഫിൻ ഇലൈഹി ഐ അദാബി ഫിർഔന. മിൻ അദാബി മിൻ ഫിർഔന മിൻ അദാബി ഫിർഔന എന്നൊരു ഒരു മുലാഫ് അദാബ് അവിടെ സങ്കല്പിച്ചു കൊടുത്തുകൊണ്ട് പിന്നെ മിനൽ അദാബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബദലായി കൊണ്ട് മിൻ അദാബി ഫിർഔന ഫിർഔന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിച്ചു. വക്കീല മറ്റൊരു ഏറാ പറഞ്ഞത് ഹാലു മിനൽ അദാബ്, അദാബിൽ നിന്ന് രക്ഷിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതവസ്ഥയിൽ മിൻ ഫിർഔന്റെ ആ ഭാഗത്ത് നിന്ന് വരുന്നതായ അവസ്ഥയിലുള്ള അദാബിൽ നിന്ന് രക്ഷിച്ചു എന്നുള്ള. അപ്പോൾ ബദലായി കൊണ്ടൊരു ഏറാബ് പറഞ്ഞിട്ടുണ്ട്, ഹാലായി കൊണ്ടൊരു ഏറാബ് പറഞ്ഞിട്ടുണ്ട്. ബദലായി വരുന്ന സമയത്ത് പിന്നെ ഒരു മുലാഫിനെ ഇതിന്റെ മുമ്പിൽ അദാബ് എന്നുള്ളൊരു മുലാഫിനെ സങ്കല്പിച്ചുകൊണ്ട് മിൻ അദാബി ഫിർഔന മിൻ നജ്ജൈന മിനൽ അദാബ് എന്ന് പറഞ്ഞാൽ മിൻ അദാബി ഫിർഔന ഫിർഔന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിച്ചു എന്ന്. അല്ലെങ്കിൽ പിന്നെ ആ ശിക്ഷ ഏതൊരു ആളുടെ ആ ഭാഗത്തു നിന്ന് വരുന്ന അവസ്ഥയിൽ ഹാല് ആയിക്കൊണ്ട് മിനൽ അദാബ് അദാബിൽ നിന്നുള്ള ഹാല് മിൻ ഫിർഔന എന്നുള്ള രണ്ട് ഇറാബോടെ പറ്റുന്നുണ്ട്. അവിടെ ഇന്നഹു കാന ആലിയൻ, അദ്ദേഹം പോക്കിരിയായിരുന്നു അല്ല ധിക്കാരിയായിരുന്നു എന്നുള്ളത്. മുസ്ലിം ആലിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉന്നതൻ വലിയവനാണ് എന്ന് സ്വയം വിചാരിക്കുന്നവൻ എന്നുള്ളത്. അവിടെ തഫ്സീർ ഖുർത്തുബി അവിടെ പറയുന്നത് മിനൽ മുസ്രിഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജബ്ബാറൻ മിനൽ മുശ്രിക്കി എന്നർത്ഥം. ജബ്ബാറൻ ധിക്കാരിയായിരുന്നു ആ ഫിർഔന്. മിനൽ മുശ്രിക്കീൻ ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ട മുസ്രിഫി എന്ന് പറഞ്ഞ മുശ്രിക്കീൻ എന്നുള്ള അർത്ഥം കൊടുത്തുകൊണ്ട്. അപ്പോൾ ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ട ഒരു ധിക്കാരിയായിരുന്നു ഫിർഔന്. ആ ഫിർഔന്റെ ശിക്ഷയിൽ നിന്നും നാം അവരെ രക്ഷിച്ചു എന്ന്. ഇപ്പൊ ഈ അല എന്ന് പറഞ്ഞാൽ ഉയർന്നവനായി ഉന്നതനായി എന്നൊക്കെയുള്ള അർത്ഥം. അതിന് രണ്ടർത്ഥങ്ങളുണ്ട്. പോസിറ്റീവായ നല്ല അർത്ഥം വരുന്നുണ്ട്, പിന്നെ അതിരുവിട്ട് കടന്ന് പിന്നെ തെറ്റ് ചെയ്യുന്ന തമ്മാടിയായി പോക്കിരിയായി എന്നുള്ള അർത്ഥമുണ്ട്. വലൈസ അവളോട് തഫ്സീർ ഖുർത്തുബി ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി എടുത്തു പറയാണ് വലൈസ ഹാദ ഉലുബു മദ്ഹൻ, ഇവിടെ ഉന്നതനാവുക എന്നുള്ള ഒരാളെ പ്രശംസിക്കുന്ന ഉലുവല്ല ഉദ്ദേശം. ആലിയൻ എന്നുള്ളതിന്റെ പ്രശംസിക്കുന്ന ഉലുവല്ല ഉള്ളത്. ബൽ ഹുവ ഉലുവുൻ ഫിൽ ഇസ്രാഫി, അതിരുവിട്ട് കടക്കുന്നതിൽ, തെറ്റ് ചെയ്യുന്നതിൽ അതിരുവിട്ട് കടക്കുന്നതിൽ ഓവറായി പോയി ഉയർന്നു പോയി എന്നുള്ള ഉലുവാണ്. ഉലുവ ഉയർന്നു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മദഹ വരുന്ന ഉന്നതനായി പോവുക എന്നുള്ള ഉലുവുണ്ട്. ആ ഉലുവല്ല ഇവിടെ ഉള്ളത്. ഉലുവുൻ ഫിൽ ഇസ്രാഫി, അതിര് ലംഘിക്കുന്നതിൽ ഉയർന്നു പോയി, അതിരുവിട്ട് കടന്നുപോയി എന്നുള്ള അർത്ഥത്തിൽ. ജബ്ബാർ ധിക്കാരിയായി എന്നുള്ള അർത്ഥത്തിലാണ് ആലിയ മിനൽ മുസ്രിഫി. ഈ ഏതുപോലെ അള്ളാഹു തആല സൂറത്തുൽ ഖസസിൽ ഈ പദം ആ അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഖൗലിഹി ഇന്ന ഫിർഔന അലാ ഫിൽ അർദ്, ഇന്ന ഫിർഔന തീർച്ചയായിട്ടും ഫിർഔൻ അല അഹങ്കാരിയായി മാറി, ജബ്ബാറായി മാറി ഫിൽ അർദ് ഭൂമിയിൽ എന്നുണ്ട്. അവിടെ അല എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ നിയമങ്ങളെ ലംഘിക്കുന്നതിൽ അതിര് വിട്ട് കടന്ന് അതിൽ ഉയർന്നു പോയി എന്നുള്ള അർത്ഥമാണ്. അല്ലാതെ ഒരാൾ നല്ല കാര്യത്തിൽ ഉയർന്നു പോകുമ്പോഴും ഈ ഉലുവ് ഉപയോഗിക്കാറുണ്ട്. ആ മദഹിന്റെ ഉലുവല്ല ഇവിടെ ഉള്ളത്. ഇവിടെ ആലിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജബ്ബാറൻ എന്നുള്ള അർത്ഥത്തിൽ ധിക്കാരിയായി മാറി. മിനൽ മുസ്രിഫീൻ, അമിതമായി അതിര് വിട്ട് കടക്കുന്നവരുടെ കൂട്ടത്തിൽ ധിക്കാരിയായി മാറി. അപ്പൊ എല്ലാവിധ അതിരുകളും ലംഘിച്ചുകൊണ്ട് വലിയ അഹങ്കാരിയായിട്ട് മാറിയിരുന്നു. വലഖദ് ഇഖ്തർനാഹും അലാ ഇൽമിൻ അലൽ ആലമീൻ. ഇനി അള്ളാഹു ബനു ഇസ്രായേലിയരെ തെരഞ്ഞെടുത്തതിനെ കുറിച്ച് പറയാണ്. വലഖദ് ഇഖ്തർനാഹും, നാം അവരെ തെരഞ്ഞെടുത്തു. ഇഖ്തർനാഹും നമ്മുടെ തഫ്സീർ ജലാലിനായി ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലിയരെ തെരഞ്ഞെടുത്തു. അലാ ഇൽമിൻ, അറിവോടുകൂടെ തന്നെ, അറിഞ്ഞുകൊണ്ട് തന്നെ. അലാ ഇൽമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വ്യാഖ്യാനം മിന്ന അലാ ഇൽമി മിന്ന ബിഹാലിഹിം, അവരുടെ അവസ്ഥയെ നാം അറിഞ്ഞുകൊണ്ട് തന്നെ. അലാ ഇൽമി ബിന്നാന, നമ്മുടെ അറിവോട് കൂടെ പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ. ബിഹാലിഹിം, അവരുടെ അവസ്ഥ, അവരെ നാം തെരഞ്ഞെടുത്തു. അലൽ ആലമീൻ, ലോകജനങ്ങളുടെ മേല്. ഐ ആലമീ സമാനിഹിം, അവരുടെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളുടെ മേലില് അവരെ നാം തെരഞ്ഞെടുത്തു. ഐ അല്ലൂക്കല, അന്ന് ജീവിച്ചിരിക്കുന്ന ബുദ്ധിമാന്മാരായിരിക്കുന്ന മനുഷ്യന്മാരുടെ ഇടയിലെ ഏറ്റവും ഉന്നതരായി കൊണ്ട് തിരഞ്ഞെടുത്തു. കാരണം ഇപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സംഘത്തിനും പിന്നെ തിരിച്ച് ഫിറഔന്റെ കാലശേഷം ആ തോട്ടങ്ങളും കാര്യങ്ങളും കൊടുത്തു. അവരിൽ ഇഷ്ടം പോലെ പ്രവാചകന്മാരെ അയച്ചു കൊടുത്തു, അനുഗ്രഹങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. ഈ ബനു ഇസ്രായേലിയർക്ക് ഇത്രയൊക്കെ അനുഗ്രഹം ചെയ്തു കൊടുക്കാൻ വേണ്ടി നാം അള്ളാഹു പറയും ഞാൻ തിരഞ്ഞെടുത്തത് അലാ ഇൽമിൻ അലല്ല അലാ ഇൽമിൻ, അറിഞ്ഞുകൊണ്ട് തിരഞ്ഞെടുത്തത് തന്നെയാണ്.
അവരെ അവസ്ഥ അറിയാതെ കുറച്ചു കാലം പീഡിപ്പിക്കപ്പെട്ടതിന് വേണ്ടി ചെയ്തു കൊടുത്തതല്ല. വലക്കത് ഇഖ്തർനാഹും, നാം അവരെ തെരഞ്ഞെടുത്തു. ഐ ബനു ഇസ്രായേലിൽ തിരഞ്ഞെടുത്തു. അല എൽമിൻ, അറിവോടുകൂടെ, നമുക്ക് അറിവോടുകൂടെ, ബിഹാലിയും, അവരുടെ അവസ്ഥയെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അവരെ നാം തെരഞ്ഞെടുത്തു. അലൽ ആലമീൻ, ലോകജനങ്ങളുടെ മേല്. അപ്പൊ അന്ന് ആലമീ സമാനിക്കുന്ന, അന്ന് ജീവിച്ചിരിക്കുന്ന ലോകത്ത് ആരൊക്കെയുണ്ടോ അവരിൽ ഏറ്റവും ഉന്നതരായി കൊണ്ട് ഇവരെ തെരഞ്ഞെടുത്ത അല്ലാഹു അവർക്ക് സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു എന്ന്. അയ്യല്ലുക്കലായി, ബുദ്ധിമാന്മാരായി, അന്ന് ബുദ്ധിയുള്ള എല്ലാ ആളുകളുടെ ഇടയിൽ ഉം, ഏറ്റവും നല്ല ആളുകളായി ഇവരെ തിരഞ്ഞെടുത്തു. ഇവിടെ തഫ്സീർ ഖുർത്തുബി എടുത്ത് പറയാൻ നോക്കി. വലക്കത് ഇഖ്തർനാഹു എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ബനു ഇസ്രായേലിയരെ ആണ് ഉദ്ദേശിക്കുന്നത്. അലാ ഇൽമി എന്ന് പറഞ്ഞാൽ അലാ ഇൽമി ബിന്ന ബിഹിം ലി കസ്രത്തിൽ അംബിയ ഇബിൻഹും, അവരിൽ ഒരുപാട് പ്രവാചകന്മാരെ ബനു ഇസ്രായേൽ അയച്ചിട്ടുണ്ട്. ഏഹ് അപ്പോ ആ ഇതിലൂടെ ലോക പിന്നെ അലൽ ആലമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തുള്ളവരാണ് ഈ ആലമീ സമാനി, എന്നുള്ള എല്ലാ ആളുകളുടെയും മേലിൽ ഒരുപാട് പ്രവാചകന്മാരെ ഈ ബനു ഇസ്രായേലിൽ അയച്ചു കൊടുത്തുകൊണ്ട് അവരെ അള്ളാഹു പ്രത്യേകമാക്കി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന്. എന്നത് അല ആലിമേ സമാനിഹിം എന്ന് പറഞ്ഞ അന്നുള്ള ഏറ്റവും നല്ലത് എന്ന് പറയാൻ കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാല്, പിന്നെ ഏറ്റവും ലോകത്തുള്ള മുഴുവൻ ഏറ്റവും നല്ല സമൂഹം അത് എന്നുള്ളതില്ല. കാരണം സൂറത്തു ആല ഇമ്രാനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നമ്മുടെ നബിയ സമൂഹത്തോട്, നമ്മോട് കുന്തും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഏറ്റവും നല്ല സമൂഹം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏറ്റവും മൊത്തം അന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും നല്ലവരായിട്ട് അള്ളാഹു തെരഞ്ഞെടുത്തത് ബനു ഇസ്രായേലിയരെയാണ്. എന്നാൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവസാന പ്രവാചകന്മാർ വരെയുള്ള മൊത്തം സമൂഹങ്ങളിലേക്ക് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഏറ്റവും നല്ല ഉമ്മത്ത് എന്നുള്ളത് നമ്മുടെ ഉമ്മത്താണ് എന്ന് സൂറത്തു ആല ഇമ്രാനിൽ പറയുന്നുണ്ട്. ഇവിടെ അലൽ ആലമീൻ, അന്ന് ജീവിച്ചിരിക്കുന്നവരുടെ മേലില് ആലമീൻ സമാന, ആ കാലഘട്ടത്തിലെ ലോകരുടെ മേലിൽ ഏറ്റവും ഉന്നതരായിട്ട് അവരെ അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു. മറ്റൊരു അഭിപ്രായം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇവരെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഖുർത്തുബി മാമനെ പറയാനാണ്, യർജു ഹാദൽ ഇഖ്തിയാർ, ഈ തെരഞ്ഞെടുപ്പ് നടന്നത് ഇല തഖ്ലീസിഹിം മിനൽ ഗർഖി, അവരെ മുങ്ങി മരിക്കുന്നതിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി എന്നാണ്. വൈറാസിഹിം മിനൽ അർളി ബഅദ ഫിർഔന് ശേഷം ആ ഭൂമി കൊടുത്തു എന്നുള്ളതാണ്. ആ ഒരു തെരഞ്ഞെടുപ്പ് നടത്തി എന്നാണ്. അല്ലാതെ ലോകത്തെ ഏറ്റവും ഉത്തമരാക്കി എന്നുള്ളതല്ല. പകരം എന്തേ ഉള്ളൂ, ഖിബ്തികളിലേക്കാൾ അള്ളാഹു ഇഷ്ടപ്പെട്ടവരായിട്ട് അവരെ മുങ്ങി മരിക്കുന്നതിന് രക്ഷപ്പെടുത്തുകയും ചെയ്തു. പിന്നെ ഫിർഔന് ശേഷം ആ ഭൂമി ഇവർക്ക് കൊടുക്കുകയും ചെയ്തിട്ട് അള്ളാഹു തെരഞ്ഞെടുത്തു. അത്രേ ഉള്ളൂ ഇതിനർത്ഥം. അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ അഭിപ്രായം അനുസരിച്ച് അന്ന് ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതരായിട്ട് അള്ളാഹു തെരഞ്ഞെടുത്തു എന്നുള്ളൂ. എന്നാല് കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്ത് ലിന്നാസ് എന്നുള്ള ആലിമ്രാനിലെ 110-ാമത്തെ ആയത്ത് അനുസരിച്ചിട്ട് മൊത്തം സമുദായങ്ങളിൽ ഏറ്റവും നല്ല ഉമ്മത്ത് എന്നുള്ളത് ഉമ്മത്ത് മുഹമ്മദാണ്. അതിൽ സംശയമൊന്നുമില്ല. ആതൈനാഹും, നാം അള്ളാഹു പറയാൻ, നാം അവർക്ക് നൽകി, ബനു ഇസ്രായേലിയർക്ക് നൽകി, മിനൽ ആയാതി, ദൃഷ്ടാന്തങ്ങളിൽ നിന്ന്, മാ ഫിഹി ബലാ മുബീൻ, വ്യക്തമായ പരീക്ഷണമുള്ളത് അവർക്ക് കൊടുത്തു. ആതൈനാഹും, നാം അവർക്ക് നൽകി, മിനൽ ആയാതി, ദൃഷ്ടാന്തങ്ങളിൽ നിന്ന്. ഏത് ഒന്ന്, ഒന്നിനെ കൊടുത്തു, ഫീഹി ബലാ, അവർക്ക് വ്യക്തമായ പരീക്ഷണം. അതായത് നിഅമത്തുൻ ലാഹിറത്തും മിൻ ഫലഖിൽ ബഹർ വൽ മന്നി വസ്സൽവ വഗൈരിഹ, ലാഹിറായ അനുഗ്രഹങ്ങൾ അള്ളാഹു അവർക്ക് കൊടുത്തു. വാതീനഹും, നാം അവർക്ക് നൽകി, മിനൽ ആയത്തി, ദൃഷ്ടാന്തങ്ങളിൽ നിന്ന്, മാ ഫീഹി ബലാഉൻ, പരീക്ഷണമുള്ള ഒന്ന്, വ്യക്തമായ പരീക്ഷണമുള്ള ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരാൾക്കും കൃത്യമായി മനസ്സിലാക്കാവുന്ന രീതിയിൽ വളരെ പ്രകടമായ, വളരെ ലാഹിറായിരിക്കുന്ന അനുഗ്രഹങ്ങൾ കൊടുത്തു. ആ ഒരു അനുഗ്രഹത്തിൽ ഒരു ഉദാഹരണം പറയാണ്, മിൻ ഫലക്കിൽ ബഹർ, സമുദ്രത്തെ പിളർത്തി കൊടുത്തു. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സംഘം ഇങ്ങനെ വരുമ്പോ ബാക്കിൽ ഫിർഔനും സൈന്യവും പിന്നാലെ പിടികൂടാൻ വേണ്ടി വരികയാണ്. മുമ്പിൽ കടലാണുള്ളത്. ആ സമയത്ത് കടലിലെ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പിളർത്തി മാറ്റി കൊടുത്തിട്ട് ആ വെള്ളം മാറി നിന്ന സ്ഥലത്ത് കൂടെ നടന്ന് മൂസാ നബിയും സൈന്യവും പോയി. അതാണ് ഫലക്കുൽ ബഹർ, സമുദ്രത്തെ പിളർത്തിയെന്ന്. അപ്പൊ സമുദ്രത്തെ പിളർത്തി കൊടുക്കുന്നത് വലിയ തെളിവാണ്. മുമ്പിൽ കടലാണ്, കുടുങ്ങിപ്പോയി എന്ന് പറയുന്നിടത്തുനിന്ന് വെള്ളം മാറി നിന്ന് വഴി ആയി കൊടുക്കുകയാണ്. ആ ഒരു വ്യക്തമായ തെളിവ് അതവർക്ക് പരീക്ഷണമാണ്. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇത്ര വ്യക്തമായിട്ടും പിന്നെയും ധിക്കാരം കാണിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ശിക്ഷ കിട്ടും. അവരത് ധിക്കാരം കാണിക്കുകയും ചെയ്തു, ശിക്ഷ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ വൽ മഞ്ഞ് വസൽവ, അത് കഴിഞ്ഞിട്ട് അവര് യാത്ര ചെയ്യുന്ന സമയത്ത് അവർക്ക് ഭക്ഷണം നമ്മളെ പോലെ കൃഷി ചെയ്ത് ഉണ്ടാക്കേണ്ടി വന്നില്ല. മഞ്ഞും സെൽവയും അള്ളാഹു ഇറക്കി കൊടുത്തു. ആകാശത്ത് നിന്ന് ഇങ്ങനെ നേരം വെളുക്കുന്ന സമയത്ത് ഭക്ഷണം ഇറങ്ങിയിട്ട് ഇങ്ങനെ കാണുകയാണ്.
അതെടുത്ത് ഭക്ഷിച്ചാൽ മാത്രം മതി, എല്ലാം റെഡിയായിട്ട് മന്നും സെൽവയും അള്ളാഹു ഇറക്കി കൊടുത്തു. വഗൈരിഹ, ഇതല്ലാത്ത അത്ഭുതങ്ങളും അള്ളാഹു കൊടുത്തു. അവിടെ ഖുർത്തുബി ഇമാം പറയുന്നത് വാതൈനാഹു മിനൽ ആയാത്തി എന്ന മിനൽ മുഅ്ജിസാത്തി ലി മൂസ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്ത മുഅ്ജിസാത്തുകൾ ഉണ്ട്. അതില് മാഫിഹി ബലാഉ മുബീൻ, വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുള്ളത്, പരീക്ഷണങ്ങളുള്ളത് വന്നിട്ടുണ്ട്. ഖത്താദ അല്ലാഹ് പറയാണ്, അല്ല ആയാത്തു ഇൻജാസു മിൻ ഫിർഔനിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി എന്നുള്ളത് ഒരു ദൃഷ്ടാന്താണ് അവർക്ക്. ഫലക്കുൽ ബഹരിലഹും, സമുദ്രത്തെ പിളർത്തി കൊടുക്കുന്ന മറ്റൊരു ദൃഷ്ടാന്താണ് അവർക്ക്. ആ പോകുന്ന യാത്രയിൽ കാർമേഘത്തെ കാർമേഘം കൊണ്ട് തണല് വിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് മഞ്ഞും സെൽവയും ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹു ചെയ്തു കൊടുത്തു. ഇതൊക്കെ ഓരോന്ന് ലാഹിറ ചെയ്തു കൊടുത്തിട്ട് പിന്നെ അത് അള്ളാഹുവിനെ വഴിപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കത് വലിയ പരീക്ഷണമായി മാറും. ആ മാറാവുന്ന രീതിയിലുള്ള വ്യക്തമായ ദൃഷ്ടാന്തങ്ങളെ അവർക്ക് കൊടുത്തു. ഇന്നഹ ഉലായഖുൽ, ഇങ്ങനെയൊക്കെ കടന്നുപോയ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും പിന്നെ ബനു ഇസ്രായേലിയരുടെയും ഖിബ്തികളുടെയും ഫിർഔനിന്റെയും ചരിത്രം പറഞ്ഞുകൊണ്ട് നേരെ അന്നത്തെ സിറ്റുവേഷനിലേക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ളവരോട് പറയാണ്, ഇന്നഹ, ഈ വിഭാഗം ആളുകൾ. അവിടെ തഫ്സീർ ജലാലിയോട് ഐ കുഫാറു മക്കത്തെ, മക്കത്തെ കാഫിര്യങ്ങൾ എന്ന് ലയഖൂലൂൻ, അവർ പറയുന്നുണ്ട്, ഇൻഹയില്ലാ മൗതത്തുനല്ലൂല, ഞങ്ങളുടെ ഒന്നാമത്തെ മരണമല്ലാതെ ഇനി മരണം ഇല്ല. ഒമാനഹ് നബി മുൻഷരി, ഞങ്ങളെ പുനർജീവിപ്പിക്കപ്പെടൂല. അതായത് ഞങ്ങൾക്ക് ജീവിതം മരണം, അതില് മരണത്തിന്റെ ഒരവസ്ഥ ബീജത്തിലാകുന്ന സമയത്ത് കടന്നു പോയിട്ടുണ്ട്, ജീവനില്ലാത്തൊരവസ്ഥ. ആ ഒരു മരണം കഴിഞ്ഞ ശേഷം ജീവൻ കിട്ടി. ഈ ജീവൻ കിട്ടിക്കഴിഞ്ഞു ഇനിയൊരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഒമാ നഹ്നു ബി മുൻഷരീൻ, പുനർജീവിപ്പിക്കപ്പെടുന്നവരല്ല എന്ന്. നഷ്ർ പറഞ്ഞാൽ പുനർജീവി, അത് ഇൻഹിയൽ ഐ മൽ മൗത്തത്തുല്ലത്തി ബഅദഹൽ ഹയാ, ജീവൻ ശേഷം വരുന്ന മരണം എന്നുള്ളത് അത് ഇല്ല മൗത്തത്തുല്ലൂല, ഒന്നാമത്തതല്ലാതെ നുത്തുഫായിരിക്കുന്ന ഘട്ടത്തിലുള്ളതല്ലാതെ പിന്നെ ഇല്ല. ശേഷം ജീവൻ വരുന്ന മരണം, അതായത് ഇനി മരിച്ചു കഴിഞ്ഞാൽ പിന്നീടൊരു ജീവിതം എന്നുള്ളതില്ല. ശേഷം വരുന്ന മരണം, വരുന്ന ജീവിതം വരുന്ന മരണം എന്നുള്ളത് ഇല്ല മൗത്തത്തിന് ലൂല എന്നവിടെ തഫ്സീർ ജലാലിന് കൊടുക്കുന്നത്. ഐ വഹും നുത്തഫുൻ, അവർ ബീജമായിരിക്കെ നിർജീവമായിരിക്കുന്ന ഒരവസ്ഥ. അതിനുശേഷം ജീവൻ എന്നുള്ളത് ഓക്കെ, സമ്മതിച്ചു, കാരണം എല്ലാവരും ഒന്ന് ജനിച്ചു വീഴുന്നുണ്ട്. അത് കഴിഞ്ഞ് മരണപ്പെട്ടു പോയി കഴിഞ്ഞാല് പിന്നൊരു ജീവിതം എന്നുള്ളതില്ല എന്ന്. ഒമാ നഹ്നു, നാം അല്ല, ബിമുൻഷരീന ബിമബ്ഊസീന, പുനർജീവിപ്പിക്കപ്പെടുന്നവരല്ല, അഹ്യാൻ, ജീവനുള്ളവരായിട്ട്, ബഅദ സാനിയത്തി, രണ്ടാമത്തെ മരണത്തിന് ശേഷം. അപ്പൊ ഒരു മരണം, അതായത് മരണം എന്ന് പറയുന്നത് ജീവനില്ലാത്ത അവസ്ഥ. ജനിക്കുന്നതിന്റെ മുമ്പ് ഓക്കെ, ഒരു ജീവനില്ലാത്ത അവസ്ഥ കഴിഞ്ഞുപോയി, അത് സമ്മതിക്കും. അതിനുശേഷം ജീവൻ കിട്ടി, പിന്നെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു ജീവൻ കിട്ടുക എന്നുള്ളതില്ല. ഇൻഹിയ ഇല്ല ഇല്ല മൗത്തത്തിനല്ലൂല, ഒന്നാമത്തെ നിർജീവ അവസ്ഥയല്ല. അപ്പൊ ഒന്നാമത്തെ ഒരു നിർജീവ അവസ്ഥയിൽ നിന്ന് ജീവൻ കിട്ടി, അത് ആസ്വദിച്ച് തീർന്ന് മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരു പുനർജീവിപ്പിക്കുക. വമാനഹ്നു, നാം അല്ല, ബിമുൻഷരീൻ ബിമബ്ഊസീന അഹ്യാഅൻ ബഅദ ബിമബ്ഊസീൻ, പുനർജീവിപ്പിക്കപ്പെടുന്നവരല്ല, അഹ്യാഅൻ, ജീവനുള്ളവരായിട്ട്, ബഅദ സാനിയത്തി, രണ്ടാമത്തതിന് ശേഷം. അതായത് മരണത്തിന് ശേഷം പിന്നീട് ഒരു ജീവൻ ഉണ്ടാവുക എന്നുള്ളതില്ല. ഒരു നിർജീവാവസ്ഥ എന്ത് ചെയ്തിട്ടുണ്ട്, നുത്ഫാകുന്നതിന്റെ സമയത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്, ബീജമാകുന്നതിന്റെ സമയത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ ബീജമായതിനു ശേഷം പിന്നെ ജീവൻ ലഭിച്ചു, ജീവിച്ചു, തീർന്നു, മരണപ്പെട്ടു, പിന്നീടൊരു ജീവിതം എന്നുള്ളതില്ല. ആ ഒന്നാമത്തെ മരണത്തോടുകൂടെ മരണത്തിന്റെ ജീവൻ കിട്ടുന്ന മരണം കഴിഞ്ഞു, പിന്നീട് മരിച്ചാണ് പോയി കഴിഞ്ഞാൽ ഇല്ലാതെയായി പോവുകയാണ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ പുനർജീവിപ്പിക്കൂല എന്നവർ പറഞ്ഞു. ആര്? ഈ കുഫാർ മക്ക, നബിയെ നിങ്ങളുടെ മുമ്പിലുള്ള കാഫിര്യങ്ങൾ അവർ പറയുന്നു, ഇന്നഹ ഉലായി, തീർച്ചയായിട്ടും ഈ വിഭാഗം, ലയഖൂലൂന, അവർ പറയുന്നുണ്ട്, ഇൻഹിയ, മരണമല്ല, ഇല്ലാ മൂത്തത്തുലൂല, ഒന്നാമത്തെ മരണമല്ലാതെ. ഒന്നാമത്തെ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബീജമായിരിക്കെ ജീവനില്ലാത്തൊരവസ്ഥ, ആ ഒരു ജീവനില്ലാത്ത അവസ്ഥയല്ലാതെ പിന്നെ ജീവനുള്ള ഒരു അവസ്ഥ എന്നുള്ളതില്ല. അപ്പൊ അതിനുശേഷം ജീവൻ കിട്ടും, പിന്നെ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീടൊരു ജീവിതം എന്നുള്ളതില്ല എന്ന് പറഞ്ഞു. ഒമാ നഹ്നു ബി മുൻഷരീന, നാം പുനർജീവിക്കപ്പെടുന്നവരും അല്ല എന്ന് പറഞ്ഞു. ഫഅ്തൂ ബി ആബാഇനാ ഇൻ കുന്തും സാദിഖീൻ,
ഇല്ല എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, അവർ വെല്ലുവിളിച്ച് ചോദിക്കും ചെയ്യാണ്, ഫഅ്തൂബി ആബായിന, നമ്മളുടെ പിതാക്കന്മാരെ നിങ്ങൾ ജീവിപ്പിച്ചു കൊണ്ടുവരൂ, ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിൽ. അപ്പൊ അവര് പറയാണ്, മരിച്ചുപോയാലൊക്കെ ജീവിച്ചു വരും എന്ന് നബിയെ നിങ്ങൾ പറയുന്നു. അന്ന് അത് ശരിയാണ് എന്നുണ്ടെങ്കിൽ ഫൗതൂബി ആബ ഇന, ഞങ്ങളുടെ പിതാക്കന്മാരെ കൊണ്ടുവരിക, അഹിയാൻ, ജീവനുള്ളവരായിട്ട് കൊണ്ടുവരിക, ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിൽ. ഏത് വിഷയത്തിൽ? അന്നാനുബഅസു, നാം പുനർജീവിപ്പിക്കപ്പെടും എന്നുള്ളതിൽ സത്യമാണ് പറയുന്നതെങ്കിൽ മരിച്ചുപോയ പിതാക്കന്മാരെ ഒന്ന് ജീവിപ്പിച്ചുകൊണ്ടാ. ബഅദ മൗത്ത് അന്നാനുബഅസു, നാം പുനർജീവിപ്പിക്കപ്പെടുമെന്ന് പറയുന്നതിൽ ബഅദ മൗത്തിന, മരണത്തിന് ശേഷം, ഐ നുഹ്യ, നാം പുനർജീവിപ്പിക്കപ്പെടും, ജീവിതത്തിലേക്ക് മടക്കപ്പെടും എന്നുള്ള നിങ്ങളുടെ വാദം ശരിയാണെങ്കിൽ, സത്യസന്ധമാണെങ്കിൽ മരിച്ചുപോലെ ജീവിപ്പിച്ചു കൊണ്ടാ എന്ന് അവർ പറഞ്ഞു എന്നാ. അവർ പറഞ്ഞു, ഫഅ്തൂബി ആബാഇന, അബ് ആബാ, പിതാക്കന്മാർ, ഞങ്ങളുടെ പിതാക്കന്മാരെ കൊണ്ടാ ഈ ജീവിപ്പിച്ചു കൊണ്ടുവരൂ, ഈ കുന്തും സാധിക്കും, നിങ്ങൾ സത്യമാണ് പറയുന്നവരെങ്കിൽ. അവിടെ ഒന്നും കൂടി കൃത്യമായിട്ട് മനസ്സിലാണെങ്കിൽ ഖുർത്തുബി ഇമാം അവിടെ നക്കൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഖീല, പറയപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് പറയണത്. ഇന്ന ഖാല ഹാദ മിൻ കുഫാരി ഖുറൈശിൻ, ഖുറൈശികളുടെ കൂട്ടത്തിൽ നിന്ന് ഈ വർത്തമാനം പറഞ്ഞ ആൾ അബൂജഹലായിരുന്നു എന്നാ. അവരൊരു വട്ടം പറയാണ്, യാ മുഹമ്മദ് ഇൻ കുന്ത സാദിക്കൻ, മുഹമ്മദ് നബിയെ, ഇൻ കുന്ത സാദിക്കൻ, നിങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിൽ, ഫി ഖൗലിക, നിങ്ങളുടെ വാക്കില് സത്യമാണെങ്കിൽ, പുനർജീവിപ്പിക്കും എന്നുള്ള വാക്കിൽ, മരണശേഷം വീണ്ടും ജീവിതം നൽകും എന്നുള്ള വാക്കിൽ സത്യമാണ് പറയുന്നതെങ്കിൽ, ഫബ്അസ് ലന റജുലൈനി മിൻ ആബാഇന, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരിൽ നിന്ന് രണ്ടാളെ ജീവിപ്പിച്ചു കൊണ്ടാ. എന്നിട്ട് പറയണം, അതിൽ ഒരാള് കുസൈബിനു കിലാബിനെ ജീവിപ്പിച്ചു കൊണ്ടാണ്. എന്താ പ്രത്യേകത? അദ്ദേഹം ഫൈനഹു ഖാന റജുലൻ സാദിഖൻ, സത്യം പറയുന്ന ആളാണ്. എന്നാൽ ഞങ്ങളത് എന്തിനാ അപ്പൊ സത്യം പറയുന്ന കുസൈബിന് കിലാബിനെയും വേറൊരാളെയും, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ പിതാക്കന്മാരെ ഒന്ന് ജീവിപ്പിച്ചു കൊണ്ടാ. എന്തിനാണ് കുസൈബിന് കിലാബിനെ പറയുന്നത്? ലിനസ് അലഹു, അദ്ദേഹത്തോട് ചോദിക്കാൻ വേണ്ടി, അമ്മ യക്കൂന് ബാദൽ മൗത്തി, മരണശേഷം എന്തുണ്ടാവും, അപ്പൊ അവര് മരണപ്പെട്ടു പോയി, മരണശേഷം എന്തുണ്ടാകും എന്നുള്ളത് ചോദിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് കുസൈബിന് കിലാബിനെയും വേറൊരാളെയും ജീവിപ്പിച്ചുകൊണ്ടാണ്, ഞങ്ങളൊന്ന് ചോദിച്ചു മനസ്സിലാക്കട്ടെ എന്ന് പരിഹാസ രൂപേണ വെല്ലുവിളിച്ചുകൊണ്ട് അബൂജഹൽ ചോദിച്ചു എന്നുള്ളത്. ഇത് അബൂജഹലിന്റെ ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം അള്ളാഹു പുനർജീവിപ്പിക്കും എന്ന് പറയുന്നത് അത് ഇവർക്ക് ഒരു അത്ഭുതം കാണിച്ചു കൊടുക്കാനല്ല, ഓരോരുത്തർക്കും പ്രതിഫലം കൊടുക്കാൻ വേണ്ടി, സ്വർഗനരകങ്ങളിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് എല്ലാവരെയും പുനർജീവിപ്പിക്കുന്നത്. അല്ലാതെ ഇവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കാനോ അല്ലെങ്കിൽ അവസ്ഥ പറഞ്ഞു കൊടുക്കാനോ കാര്യം വിവരിച്ചു കൊടുക്കാനോ അല്ല. അള്ളാഹു പറഞ്ഞത് എന്താണ്? മരണപ്പെട്ടു പോയവരൊക്കെ ഇവിടെ ചെയ്ത കർമ്മങ്ങളുടെ ഫലം കൊടുക്കാൻ വേണ്ടി, ഹൈറ് ചെയ്തവർക്ക് സ്വർഗവും തിന്മ ചെയ്തവർക്ക് നരകവും കൊടുക്കാൻ വേണ്ടി, അതിനു വേണ്ടിയിട്ടുള്ള പ്രതിഫലത്തിന് വേണ്ടിയുള്ള പുനർജീവിപ്പിക്കലാണ്, അല്ലാതെ ഇവർക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല. അപ്പൊ അവര് അങ്ങനെ പറഞ്ഞു, എന്താണ്? ഫഅ്തൂബി ആബാഇനാ ഇൻ കുന്തും സാദിഖീൻ, സത്യമാണ്, പുനർജീവിപ്പിക്കും എന്നുള്ളത് സത്യമാണെങ്കിൽ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ ജീവിപ്പിച്ചു കൊണ്ടാ എന്ന് പറഞ്ഞു. ഇവരെയൊക്കെ നശിപ്പിക്കൽ, അടുത്ത ആയത്ത് പറയുന്നത്, ഇങ്ങനെ പറയുന്ന ആളുകൾ, ഇവരെക്കാൾ വലിയ ആളുകളെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്, എന്നിട്ടാണോ ഇവരെ നശിപ്പിച്ച് കളയല് ഒരു പ്രശ്നം എന്നതിലേക്ക് സൂചിപ്പിക്കുന്ന ആയത്താണ് അടുത്ത് വരുന്നത്. ഏ അഹും ഖൈറുൻ, ഇവരാണോ ഉത്തമം, ഇങ്ങനെ മരിച്ചവരെന്ന് ജീവിപ്പിച്ചു കൊണ്ടാ എന്ന് പറയുന്ന ഇവരാണോ ഖൈറിന്റെ ആളുകൾ, അം ഖൗമു തുബ്ബഇൻ, തുബ്ബഇന്റെ സമൂഹമാണോ എന്നുള്ളത്. വല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പ് ജീവിച്ചു പോയവരുമാണോ, അവരെയെല്ലാം അഹ്ലക്കിനാഹും, നാം നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. അപ്പോ ഇവരൊക്കെ ഇങ്ങനെ മരണശേഷം പിന്നൊരു ജീവിതമല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാളെ ജീവിപ്പിച്ചു കൊണ്ടായെന്നുള്ള വെല്ലുവിളിച്ച് പറയുന്ന വർത്തമാനങ്ങൾ, ഇവരെക്കാൾ ശക്തരായിരിക്കുന്ന, ഇവരെക്കാൾ വലിയ നിഷേധികളായിരിക്കുന്ന സമൂഹത്തെ നാം നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. അഹും ഖൈറുൻ, അവരാണോ ഖൈറിന്റെ ആളുകൾ, അം ഖൗമു തുബ്ബഇൻ, തുബ്ബഇന്റെ ഖൗമാണോ എന്നുള്ളത്. തുബ്ബ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖൗമ് എന്ന് പറയുന്നിടത്തോളം തഫ്സീർ ജലാനി ഹുവ നബിയുൻ, ഒരഭിപ്രായം അനുസരിച്ച് തുബ്ബ എന്നവര് പ്രവാചകനായിരുന്നു. അവരുടെ സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് പിന്നെ ഇവരെയും നശിപ്പിച്ച് കളയാൻ പ്രയാസമാണോ എന്ന് ചോദിക്കാൻ വേണ്ടി അവരെടുത്ത് പറയുന്നത് ഹുവ നബിയുൻ എന്ന് ഒരു കൗല്. അല്ല, ഔ റജുലുൻ സാലിഹുൻ, പ്രവാചകനൊന്നും അല്ല തുബ, പക്ഷെ റജുലുൻ സാലിഹുൻ, നല്ല മനുഷ്യനായിരുന്നു എന്നുകൊണ്ട്. എന്നാൽ അവരുടെ കൗമ്
തുബ്ബ എന്നവർ നല്ല മനുഷ്യനായിരുന്നു. അവരുടെ കൗമ് എന്ത് ചെയ്തു? തെറ്റ് ചെയ്തു, അവരെ നശിപ്പിച്ച് കളയുകയും ചെയ്തിട്ടുണ്ട്. വല്ലദീന മിൻ ഖബിലിഹിം, അവർക്ക് മുമ്പ് ജീവിച്ചു പോയ മിനൽ ഉമ്മി സമൂഹങ്ങളിൽ നിന്ന്, അപ്പോൾ ഉമ്മത്തുകളിൽ നിന്ന്, സമൂഹങ്ങളിൽ നിന്ന് അവർക്ക് മുമ്പ് ജീവിച്ചു പോയവരും അവരുമാണോ ഹൈറ്, അതോ ഇവരാണോ ഹൈറ്? എന്നിട്ട് പറയുന്നത് അഹ്ലക്കിനാഹും, അവരൊക്കെ നാം നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. അവരെ മുമ്പ് പോയ സമൂഹത്തെ തെറ്റ് ചെയ്തതിന്റെ പേരിൽ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. തുബ്ബഇന്റെ സമൂഹത്തെയും തെറ്റ് ചെയ്തതിന്റെ പേരിൽ ശിക്ഷിച്ച് കളഞ്ഞിട്ടുണ്ട്. അഹ്ലക്കിനാഹും, നാം അവരെ നശിപ്പിച്ചു ബി കുഫ്രിഹിം, അവരുടെ കുഫർ കാരണമായിട്ട്. വൽമാന, ആശയം എന്താണ്? ലൈസു അക്വാ മിൻഹും. ലൈസു, ഇപ്പൊ ഇവിടെ വെല്ലുവിളിക്കുന്ന മക്കയിലെ മുശ്രിക്കീങ്ങളല്ല. അക്വാ മിൻഹും, അവരെക്കാൾ ശക്തരല്ല. ഇവരാണോ ഹൈറ്, തുബ്ബൈന്റെ സമൂഹമാണോ ഹൈറ് എന്ന് ചോദിച്ചാൽ ഇവർ അവരെക്കാൾ അക്വ, ശക്തരല്ല. ബഹുലിക്കു, അവരൊക്കെ നശിപ്പിക്കപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇവരെ നശിപ്പിക്കുക എന്നുള്ളതും അള്ളാഹുവിന് ഒരു പ്രയാസമുള്ള ഘടകമല്ല. അവരുടെ പോക്ക് ഈ നാശത്തിലേക്കായിരിക്കും. അപ്പൊ ഇവരാണോ അവരാണോ എന്നുള്ള ആ ചോദ്യം, അത് ഇവരൊന്നുമല്ല എന്ന് ഇൻകാർ ചെയ്യാൻ വേണ്ടിയുള്ള ചോദ്യമാണ്. റാസിമാം അവിടെ എടുത്തു വെക്കുന്നുണ്ട്. അഹും ഹൈറും എന്നുള്ള ഇസ്തിഫാമിൻ അല സബീലിൽ ഇൻകാർ. ഇവരെത്ര ഇവരെ അള്ളാഹു നശിപ്പിക്കുക എന്നുള്ള ഒരു പ്രയാസവും ഇല്ല. ഇവരെക്കാൾ വലിയവരെ നശിപ്പിച്ചിട്ടുണ്ടാവും. ഇവരാണോ അവരാണോ ഹൈറ് എന്നുള്ള ചോദ്യം ഇസ്തിഫാം ഇൻകാറിന് വേണ്ടി, അല സബീലിൽ ഇൻകാർ, നിഷേധിക്കാൻ വേണ്ടി ചോദിക്കുന്നതാണ് എന്നാണ്. പിന്നെ തുബ്ബ എന്നുള്ളതിനെ കുറിച്ച് പല അഭിപ്രായങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അസിമാവ് പറഞ്ഞിട്ടുണ്ട്, മുലൂക്കുൽ യമനി കാന കുല്ലു വാഹിദ് മിൻഹും യുസമ്മ തുബ്ബാൻ. യമനിലെ ഒരു കാലത്ത് ഭരിച്ചിരുന്ന രാജാക്കന്മാരാണ് അവർ, എല്ലാവർക്കും തുബ്ബ എന്ന് പറയുന്നു. പിന്നെ മാത്രമല്ല തന്നെ അഹ്ല ദുനിയ കാനു യത്ബഊനഹു വമൗദിഉ തുബ്ബഇൻ ഫിൽ ജാഹിലിയത്തി മൗദിഉൽ ഖലീഫത്തി ഫിൽ ഇസ്ലാം. അവരെ എല്ലാ പിന്നെ ഇന്നിപ്പോ ഇസ്ലാമിൽ ഖലീഫ എന്നുള്ളതിന്റെ സ്ഥാനം പോലെ ജാഹിലിയ കാലഘട്ടത്തിൽ അന്ന് അവർക്ക് തുബ്ബ എന്നുള്ള ഒരു സ്ഥാനമായിരുന്നു. ഒരാൾ മരിക്കുന്ന സമയത്ത് അവിടുത്തെ ആൾ ആ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ഭരണാധികാരിയായി നിന്നിരുന്നു. അപ്പോൾ ഇവരെക്കാൾ പിന്നെ വഹും ആലിമു മിൻ മുലൂക്കിൽ അറബി, അറബിയിലെ രാജാക്കന്മാരെക്കാൾ വലിയവരായിട്ട് അവർ സ്വയം നടിച്ചിരുന്നു. അപ്പൊ ഇവരെക്കാൾ വലിയ ധിക്കാരങ്ങളും അധികാരങ്ങളും പിന്നെ കൈയാളിയിരുന്ന ഒരു സമൂഹമാണ് തുബ്ബാന്റെ സമൂഹം. പിന്നെ അത് അവരുടെ രാജാക്കന്മാരായി നിന്നിരുന്നവർക്കുള്ള സ്ഥാനപ്പേരാണ് തുബ്ബ എന്ന് റാസിമാമ അവിടെ എടുത്ത് പറയാണ്, അബൂബൈദ് എന്നവർ പറയുന്നവരായിട്ട്. അതൊരു അഭിപ്രായമാണ്. അപ്പോ ഇപ്പൊ ഇവരാണോ ഹൈറ്, ഇവരെക്കാൾ വലിയ ശക്തരായിരിക്കുന്ന തുബ്ബഇന്റെ സമൂഹമാണോ, അവരെ നാം നശിപ്പിച്ചിട്ടുണ്ട്, ഇങ്ങോട്ടല്ലേ ഇവരെ നശിപ്പിക്കല് എന്നുള്ള ആ ഒരു അർത്ഥത്തിലുള്ള ചോദ്യമായിട്ട് ആയിഷ ബി പറയുന്നത് കാന തുബ്ബ റജുലുൻ സാലിഹ്. അപ്പൊ നേരത്തെ ഇവിടെ ഹുവ നബിയുൻ ഔ റജുലുൻ സാലിഹ്, രണ്ടഭിപ്രായം തഫ്സീർ ജലാലൈനി എടുത്തു വെക്കുന്നത്. ഒന്ന് അവർ നബിയാണ് എന്നുള്ളത്, മറ്റേതൊന്ന് റജുലുൻ സാലിഹ് ആയിരുന്നു എന്നുള്ളത് ആയിഷ ബീവിയുടെ ഈ വാക്ക് ബേസ് ചെയ്തുകൊണ്ടാണ്. കാന തുബ്ബഉ റജുലൻ സാലിഹൻ, തുബ്ബ റജുലുൻ സാലിഹ് ആയിരുന്നു എന്നാണ്. അള്ളാഹു ആക്ഷേപിച്ചത് കൗമ് തുബ്ബാനെ, തുബ്ബ എന്നവരെയല്ല. അവർ നല്ലവരാണ്, അവരുടെ സമൂഹത്തെയാണ് ആക്ഷേപിച്ചത്. അതുകൊണ്ട് തന്നെ നബിതങ്ങൾ പറഞ്ഞതായിട്ട് വന്നിട്ടുണ്ട്, ലാത്ത സുബ്ബു തുബ്ബാൻ, തുബ്ബാനെ ചീത്ത പറയേണ്ടതില്ല, ഫൈനഹു കാന ഖദ് അസ്ലം, അവർ മുസ്ലിമായി നല്ല മനുഷ്യനായിട്ടുണ്ട്. പിന്നെ അതേസമയം മാതിരി അക്കാന തുബ്ബാവു നബിയൻ ഔ ഗൈറ നബിയൻ, നബിയാണോ അല്ലേ എന്നുള്ളത് വ്യക്തമല്ല. അതാണ് ഖിലാഫ് അവിടെ ഇട്ടിട്ടുള്ളത്. അപ്പൊ തുബ്ബാന്റെ സമൂഹം അവര് കുഫർ കാരണമായിട്ട് അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു. അവര് ഇവരെക്കാൾ അഖ്വയായിരുന്നു, എന്നിട്ടും അള്ളാഹു അവരെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ടല്ല ഇവരെ നശിപ്പിച്ച് കളയൽ അള്ളാഹുവിന് ഒരു പണിയുള്ള കാര്യമല്ല, ഒരു പ്രയാസമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു വെച്ചതാണ്. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അസ്സലാമു അലൈക്കും.